സ്തുതിയായിരിക്കട്ടെ. പാലാ രൂപത ഇവാഞ്ചലൈസേഷൻ മിനിസ്ട്രിയുടെ അനുഗ്രഹ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്നത് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും എന്ന ഈശോയുടെ വാഗ്ദാനത്തോടെയാണ്. ആ വാഗ്ദാനം സാർത്ഥമാക്കുന്നതിന് വേണ്ടി അന്ത്യത്താഴവേളയിൽ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അത് പരികർമ്മം ചെയ്യാനായി പൗരോഹിത്യം എന്ന കുദാശ സ്ഥാപിച്ചു. ലോകാവസാനം വരെ മനുഷ്യരോട് കൂടെ ആയിരിക്കുവാൻ അന്നു മുതൽ ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ഓരോ ദിവ്യബലിയിലും അത് പരികർമ്മം ചെയ്യുന്ന വൈദികൻ്റെ വർണ്ണമോ ഭാഷയോ ലിറ്റർജിയോ റീത്തോ എന്തുമാകട്ടെ, സഭയോടൊത്ത് ബലിയർപ്പിക്കുമ്പോൾ ഗോതമ്പിൻ്റെ അപ്പവും മുന്തിരിയുടെ വീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങളായി മാറി. ഈ അത്ഭുതം അനുദിനം സഭയിലെ ഓരോ വിശുദ്ധ കുർബാനയിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈശോയുടെ ഹൃദയത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനായിട്ടാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലെ പരിശോധനകളിൽ നമ്മൾക്കത് വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയൊരു പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചത് പാപമോചനത്തിനു വേണ്ടിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ കുർബാന സ്ഥാപിച്ച് ഈശോ തന്നെ അത് പറയുന്നുണ്ട്. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. അപ്പോൾ പാപമോചനത്തിനു വേണ്ടിയാണ് ഈശോ ബലിയായത്, ഈശോ ദിവ്യകാരുണ്യമായിട്ട് മാറിയത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ ആദ്യമായി വെളിപ്പെടുത്തുന്ന ഭാഗം നമുക്ക് സുപരിചിതമാണ്. ആ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നൽകുന്നതിന് മുൻപ് ഈശോ ആദ്യം 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം നൽകുന്ന ഒരു അടയാളം കാണിച്ചു. പിന്നീട് ഈശോ വെള്ളത്തിന് മീതെ നടന്നു. ഈ 2 അടയാളങ്ങളിലൂടെ ഈശോ വെളിപ്പെടുത്തിയത് താൻ പ്രകൃതി നിയമങ്ങൾക്ക് ഉപരിയായിട്ടുള്ള വ്യക്തിയാണ്. കാരണം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചപ്പോൾ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഈശോ ആഹ്വാനം ചെയ്തു. ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല എന്ന് ഈശോ സന്നിഗ്ധമായിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ ഭക്ഷണമായി ഈശോ നൽകുന്നു എന്നുള്ള ഒരു വാഗ്ദാനം, അല്ലെങ്കിൽ അതാണ് തൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പദ്ധതി എന്ന് ഈശോ അവിടെ വെളിപ്പെടുത്തുകയായി. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 50-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത്, മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ ഞാൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഈ 50-ാമത്തെ വാക്യം മുതൽ 59-ാമത്തെ വാക്യം വരെ നമ്മൾ പരിശോധിച്ചാൽ 9 പ്രാവശ്യം ഭക്ഷിക്കണം എന്ന് ഈശോ ആവർത്തിക്കുന്നുണ്ട്. അതായത് ഈശോയുടെ ശരീരം നമ്മൾ ഭക്ഷിക്കേണ്ടത് നമുക്ക് നിത്യജീവന് വേണ്ടി നമ്മുടെ ജീവൻ്റെ ആവശ്യമാണ് എന്ന് ഈശോ പറയുകയാണ്. അപ്പം നമ്മൾ ഓരോ വിശുദ്ധ കുർബാന നമ്മൾ അതിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ ഈശോയുടെ ശരീരം നമ്മൾ ദിവ്യകാരുണ്യമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ ഈശോയുടെ ശരീരരക്തങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി അലിഞ്ഞു ചേരുന്ന ഒരു പ്രക്രിയ, അത് നമ്മുടെ ആത്മീയ ജീവിതത്തിനും നമ്മുടെ ആത്മാവിൻ്റെ ആരോഗ്യത്തിനും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം വിശ്വസിച്ച് ആ ഈശോയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതെന്ന ബോധ്യത്തോടെ ആ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ഞാനത് പറയാൻ കാരണം, ഞാൻ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ സൺഡേ സ്കൂളിൽ 12-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ് ആരംഭിക്കുമ്പോൾ ഞാൻ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ എത്ര പേര് വിശുദ്ധ കുർബാന സ്വീകരിച്ചു? ഒരു കുറച്ച് പേര് വിശുദ്ധ കുർബാന സ്വീകരിച്ചതായിട്ട് കൈപൊക്കും, ബാക്കിയുള്ളവരൊക്കെ വെറുതെ ഇരിക്കും. അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, അവിടെ ആ പള്ളിയിൽ ചിലപ്പം മുട്ടായി വിതരണം ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ചയുടെ ഭാഗമായിട്ട് ലഡു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവിടെ വിതരണം ചെയ്യുമ്പോൾ ഇവരെല്ലാവരും പോയി മേടിക്കും. പക്ഷേ വിശുദ്ധ കുർബാനയിൽ ഈശോയെ നൽകുമ്പോൾ ആ ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയെ തിരിച്ചറിയാൻ 12 വർഷം വേദപാഠം പഠിച്ച കുട്ടികൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ വേദനയോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ അനുദിനമുള്ള ബലിയിൽ വിശുദ്ധ കുർബാന നമ്മൾക്ക് അത് സ്വീകരിക്കുക എന്നുള്ളത് ഇന്നിപ്പോൾ അനേകർ ഒരു ശീലമായിട്ട് എടുക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് മുഴുവൻ സ്തുതിയും ആരാധനയുമാണ്. നമ്മൾ എപ്പോഴാണ് ഒരാളെക്കുറിച്ച് നല്ലത് പറയുന്നത്?
നമുക്ക് സ്നേഹം തോന്നുമ്പോഴാണ്. നമ്മൾ അറിയാത്ത ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ അറിയണം, അറിഞ്ഞാലേ സ്നേഹിക്കാൻ സാധിക്കുള്ളൂ, സ്നേഹിച്ചാലേ സ്തുതിക്കാൻ സാധിക്കൂ. അപ്പോൾ ഈശോയെ നമ്മൾ അറിയുന്നില്ലെങ്കിൽ ഈശോയെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്തുതി വരില്ല. ഈശോയെ നമ്മൾ അറിയണം. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച, നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം ചെയ്ത, നമുക്ക് നിത്യജീവൻ നേടിത്തന്ന ആ ഈശോയെ നമ്മൾ അറിയണം, സ്നേഹിക്കണം. അപ്പോഴാണ് നമ്മളുടെ സ്തുതി, നമ്മുടെ ബലി ഒരു ആരാധനയായിട്ട് മാറുന്നത്. ആ ഒരു ആരാധന അനുഭവത്തിലേക്ക് നമ്മൾ മാറാൻ അത് സ്നേഹത്തിൻ്റെ പ്രക്രിയയാണ്. ഇന്ന് നമ്മൾ അനേകരെ കാണുന്നുണ്ട്, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്നു. അതൊരു അനുഷ്ഠാനമായിട്ട് അത് ആവർത്തിക്കുന്നവരുണ്ട്. അതൊരു മതാത്മകതയാണ്, റിലിജിയോസിറ്റിയാണ്. യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിൽ നിന്ന് ഉയരുന്ന ആരാധന അത് ആത്മീയതയാണ്. അതാണ് നമ്മൾക്ക് വേണ്ടത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മളൊരു കിണറിനെ സങ്കല്പിക്കുകയാണെങ്കിൽ ഈ റിലിജിയോസിറ്റി അല്ലെങ്കിൽ മതാത്മകത എന്ന് പറയുന്നത് അത് ആ കിണറിൻ്റെ ആ പുറമേയുള്ളൊരു ഭാവമാണ്. പക്ഷേ അതിനെ അർത്ഥവത്താക്കുന്നത് അതിൻ്റെ ഉറവയാണ്. അതാണ് ആത്മീയത. അപ്പോൾ ആത്മീയത ഇല്ലാത്ത അല്ലെങ്കിൽ ഉറവയില്ലാത്ത കിണറിനെ നമ്മൾ എന്താ വിളിക്കുക? പൊട്ടക്കിണർ എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഈശോയായിട്ടുള്ള ഈ ഒരു ബന്ധം നമുക്കുണ്ടോ? നമ്മുടെ ആരാധന, നമ്മുടെ ബലി സ്നേഹത്തിൽ നിന്നാണോ? അപ്പോൾ അത് വളരെ ഗൗരവത്തോടെ നമ്മൾ തിരിച്ചറിയണം. ഞാനിത് പറയാൻ കാരണം, ഈശോ അന്ത്യത്താഴ വേളയിൽ ഈശോ തന്നെ കുർബാന സ്ഥാപിച്ചപ്പോൾ യുദാസും ഈശോയിൽ നിന്ന് കുർബാന സ്വീകരിച്ച ആളാണ്. പക്ഷേ യുദാസിൽ സാത്താൻ പ്രവേശിച്ചു എന്നാണ് വചനത്തിലൂടെ നമ്മൾ വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ ജീവന്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യുദാസ് അത് വിശ്വസിച്ചില്ല എന്ന് വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ യുദാസിൽ അവിശ്വാസമുണ്ടായിരുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈശോ അവരുടെ കാല് കഴുകുന്ന ആ സംഭവത്തിൽ യുദാസിനെ കുറിച്ച് പറയുന്നത് യുദാസ് ശുദ്ധിയുള്ളവനായിരുന്നില്ല. അപ്പം നമ്മൾ വിശുദ്ധി നമുക്ക് ആവശ്യമാണ്, വിശ്വാസം നമുക്ക് ആവശ്യമാണ്. നമ്മൾ യഥാർത്ഥത്തിലുള്ള വിശുദ്ധിയിൽ ആയിരുന്നു കൊണ്ട് ഈശോയെ സ്വീകരിക്കണം. ആ ഈശോ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മളിൽ ആ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാവണം. അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയതയുടെ അളവുകോൽ. ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്കറിയാം: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം. ഇതെല്ലാം ഈശോ പ്രകടിപ്പിച്ച ഭാവങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടോ ഇല്ലയോ? അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അളവുകോൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറണമെങ്കിൽ നമ്മൾ ഈശോയെ സ്നേഹിക്കണം, ഈശോയെ ആരാധിക്കണം. ആ ഈശോ നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മളെ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് മറ്റൊരു ഈശോ ആയിട്ട് നമ്മൾ മാറണം. അതാണ് ഈശോ വിശുദ്ധ കുർബാനയിലൂടെ ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു സാക്ഷ്യത്തിൻ്റെ ജീവിതമായിട്ട് മാറാൻ, അനേകർക്ക് ഈശോയെ പങ്കുവെക്കുന്ന, ഈശോയെ പകർന്നു കൊടുക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറാൻ നമ്മുടെ ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് അതിനുള്ള ആ കൃപ സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.